കിയാമത്ത് നാളടുക്കാറായി എന്നാ പറയുന്നത്. പല പല കാഴ്ചകളല്ലേ ഇപ്പൊ കണ്ടോണ്ടിരിക്കണത്. ഭൂമി കുലുങ്ങലും വെള്ളം കയറലും സുനാമി എന്നൊക്കെ പറഞ്ഞിട്ടേ ഇതിപ്പോ എന്താന്നറിയില്ല. പടച്ച റബ്ബ് ഓരോരുത്തർക്കും ഓരോ ഹറാമത്തും ഓരോ കുതിരത്തൊക്കെ. അത്ഭുതം ഇപ്പൊ ഇതൊക്കെ തന്നെ പോലത്തെ അത്ഭുതം. അതാ കണ്ടു നോക്ക്. ആ സത്യം അതപ്പൊ കൂട്ടാനാണ് ആ കിടക്കണത്. ഉണ്ടോ? അല്ല അത് പെണ്ണുങ്ങൾക്ക് തൊടാൻ പറ്റുമോ? ആ അതൊന്നും കുഴപ്പമൊന്നുമില്ല. നോക്കിട്ട് അവിടെ തന്നെ വെച്ചോളൂ. പടച്ചോന്റെ പോലെ ഇതല്ലേ. അവിടെ എന്തിനാ പായക്കെടുത്ത് പൊന്തിക്കണേ? എന്താ തൊട്ട് നോക്കണേ? ഈ ചോറും ഞാൻ വന്നാ വേണ്ടാത്ത അസുഖങ്ങൾ വലിച്ചു വെക്കണ്ട. അതും ഇതൊക്കെ കാട്ടി കൂട്ടിയിട്ട്. അല്ല കോയക്ക ഇതിപ്പോ എന്താ കഥ? കഥ എന്ന് ചോദിച്ചാ എന്റെ ചാമള കഥ ഒക്കെ വലിയ കഥ തന്നെയാണ്. ആ ഇരിക്കണ വള കണ്ടില്ലേ? അത് സൂറാടെ വളയണായി. അത് വെള്ള കളറായി. പറഞ്ഞുതരാം. ഓൾക്കൊരു പരാതി ഉണ്ടല്ലോ. ഓളുടെ സ്വർണ്ണൊക്കെ എടുത്തിട്ടാണ് ഇവിടെ കരീം ഗൾഫിലേക്ക് പോയി എന്നൊക്കെയാണല്ലോ ഓളുടെ പരാതി. എപ്പോഴും ബാപ്പ പറഞ്ഞിട്ടാണ് നിന്റെ സ്വർണ്ണൊക്കെ ഉണ്ടായിരുന്ന സ്വർണ്ണൊക്കെ ഞാൻ അടുത്ത് ഊരി കൊടുത്തത്. ഇപ്പൊ അതൊക്കെ കൊണ്ടുപോയി ഇപ്പൊ ഒരു സ്വർണ്ണിട്ട് എടുത്തു തരുന്നില്ല. വീട്ടിലേക്ക് പോകാൻ പറ്റണില്ല. അതാണ് അവളുടെ എന്താ കുടുംബത്ത് കല്യാണമൊക്കെ ഉണ്ട് ഇപ്പൊ. അതിന്റെ ഞാനൊന്നും ഉണ്ടോ ചാന്നും ഉണ്ടില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോ 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോ ഇവളുണ്ട് ഇങ്ങനെ പാഞ്ഞോണ്ട് ഇങ്ങോട്ട് വരണ എന്റെ അടുത്തേക്ക്. ആ വാപ്പ നിങ്ങൾ ഇങ്ങോട്ട് ഓടി വരെ ഇങ്ങോട്ട് നോക്ക്. എന്റെ വള കണ്ടില്ലേ? എന്റെ സ്വർണ്ണം നോക്കിയപ്പോ എന്താ സ്വർണത്തിന്റെ വളൊക്കെ ഉണ്ട് വെള്ള കളറ്. ഞാൻ ഇവളിങ്ങനെ കിടന്ന് കരയുണ്ട്. ഞാൻ നോക്കിയപ്പോ ഉണ്ട് അടുപ്പത്ത് കൂട്ടാൻ അങ്ങനെ കിടന്ന് തിളക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇജ്ജെന്ത് പണിയാടേ കാട്ടിയത്? ഇവിടെ വെറുതെയാണ് കായ് ഇങ്ങനെ ചിലവാണ്. ആ ഗ്യാസ് ഒന്നും ഓഫ് ആക്കാറുന്നില്ല എനിക്ക് ചോദിച്ചു. അപ്പൊ പറഞ്ഞു വാപ്പ എന്താ പറഞ്ഞത്? നേരെ എത്രയായി കൂട്ടാൻ വെച്ചിട്ട്? ഇപ്പൊ സമയം എത്ര അയച്ചിട്ടാ? ഗ്യാസൊക്കെ എപ്പോ ഓഫ് ചെയ്താന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോ ഗ്യാസ് കത്തണമൊന്നുമില്ല. കൂട്ടാൻ അങ്ങനെ കിടന്ന് തിളക്കണുണ്ട്. അപ്പൊ എന്തോ ഒരു കളി ഇവിടെ പടച്ചോന്റെ നടക്കണുണ്ട് നിക്ക് മനസ്സിലായി. എന്റെ പൊന്നാര മാളെ അപ്പ തുടങ്ങിയ തളയാണ് ആ കൂട്ടാൻ. ഇപ്പൊ ഏതൊക്കെ രാജ്യത്തുനിന്ന് സ്ഥലത്തുനിന്നൊക്കെ ആൾക്കാർ ഇവിടെ വന്ന് കാണിച്ചിട്ടാ അത്രക്ക് ഇതായി. അല്ല ഇജ്ജ എവിടെ ആയിരുന്നു? ഇത് ഇന്നലെ തുടങ്ങിയ ആൾക്കാർ ഇവിടെ വരണേ. എന്തൊക്കെ ഞാനിത് വന്ന വഴിക്കൊക്കെ ആൾക്കാര് പറയുന്നുണ്ട് ഇവിടെ ഇങ്ങനെ സംഭവം ഉണ്ടെന്ന്. പക്ഷെ എനിക്ക് വരാനൊക്കെ ഉണ്ടേ. ഇന്നലെ വീട്ടില് വേറൊരു പുകില്. ഉച്ചക്ക് ഊണും കഴിഞ്ഞിരുന്ന മനുഷ്യനാ പെട്ടെന്ന് സുഖമില്ലാതായി. വയറിളക്കം. അതെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ട് ചെന്നത്. അവിടെ കിടക്കാൻ പറഞ്ഞു ഡോക്ടർ. ഒന്നും വേണ്ട. ഒരു കാര്യം ചെയ്യ്. ഇതൊന്നൊരു ഇത്തിരി കൂട്ടാടുത്തട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നിട്ട് അങ്ങോട്ട് വായിലേക്ക് വെച്ചു കൊടുക്കുക. ഇപ്പൊ ഒന്നും കഴിച്ചൂടാ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. 2 ദിവസം കഴിയട്ടെ. എന്നാ പിന്നെ ആയിക്കോട്ടെ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഉച്ചക്ക് ഇട്ടെറിഞ്ഞിട്ട് പോയത്. ആകെ അലങ്കോലായിട്ട് കിടക്കാം ഇവിടെ. ശരി ശരി. ഇനി ഇതാരോടും പറയാൻ നിൽക്കണ്ട. ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് വാട്സാപ്പിലും ഫേസ്ബുക്കിലും മൊത്തം ഇട്ടിട്ടുണ്ട്. ലോകം മൊത്തം അറിഞ്ഞിട്ടുണ്ടാവും. ആയിക്കോട്ടെ കാണട്ടെ. കാണാത്തവരൊക്കെ വന്ന് കാണട്ടെ. മറിമായം